ഇങ്ങനെ എന്നെ ഒന്ന് കുത്തി എണീപ്പിച്ച് ഞാൻ വീണ്ടും കിടന്നു. എൻ്റെ ഹ്യൂമൻ പ്രൊപ്പോർഷൻ ഓൾ വർ വെരി മെസ്ഡ് അപ്പ്. ഒരു തെർമോക്കോൾ കുന്തൊക്കെ വെച്ചിട്ട് പക്ഷെ നിങ്ങൾ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് അതിനെ പറയുന്നത് എങ്കിലും ഇപ്പൊ ഈ ക്ലാസ്സിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഡയറക്ഷൻ കിട്ടി. It was actually fun sitting in these classes. എനിക്ക് ഈ മൂവിങ് ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി ഇമോഷണൽ ആയിപ്പോയി, അതിൽ ഇച്ചിരി റിഗ്രറ്റും ഉണ്ട്. ഈ വർഷത്തെ IIT UCED എക്സാമിനേഷനിൽ റാങ്ക്സ് 1, 2 and 3 കിട്ടിയ തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പീറ്റഡ് ബാച്ചിലർ സ്റ്റുഡൻസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അവരുടെ വിശേഷങ്ങളും ഇതുവരെയുള്ള ഡിസൈൻ ജേർണിയും. ഹായ് ഓൾ, വെൽക്കം ടു തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. ഹായ്, ഞാൻ ആദിത്യ ശങ്കർ. ഇപ്പോൾ കഴിഞ്ഞ UCED എക്സാമിൽ എനിക്ക് ഓൾ ഇന്ത്യ സെക്കൻഡ് റാങ്ക് ആയിരുന്നു ഓപ്പൺ കാറ്റഗറിയിൽ. ഞാൻ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തിക്കുന്നതാണ്. ഹലോ, ഞാൻ പവൻ ആർ ബിജീഷ്. ഈ വർഷത്തെ UCEDൽ ഐ വാസ് ഓൾ ഇന്ത്യ റാങ്ക് 3rd ആൻഡ് OBC റാങ്കിങ്ങിൽ ഞാൻ ഫസ്റ്റ് ആയിരുന്നു. ഞാനും ഈ വർഷം തിങ്ക് ട്രിവാൻഡ്രത്തിൽ റെഗുലർ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഹലോ, മൈ നെയിം ഇസ് ആദിത്യൻ ജെ. ഈ കഴിഞ്ഞ UC 2025 എക്സാമിന് എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 7ഉം കാറ്റഗറി റാങ്ക് 3യും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ തിങ്ക് ട്രിവാൻഡ്രം ബ്രാഞ്ചിലെ റെഗുലർ ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. സോ കൺഗ്രാറ്റ്സ് ടു ഓൾ 3 ഓഫ് യു. ലൈം ലൈറ്റ് എങ്ങനെയുണ്ട് റിസൾട്ട് വന്നതിന് ശേഷം? റിസൾട്ട് ഇത്രയും ടോപ്പ് റാങ്ക് കിട്ടി എന്നുള്ള കാര്യം റിയലൈസ് ചെയ്തോ നിങ്ങൾ? ഓക്കെ, റിസൾട്ട് വന്നപ്പോൾ ആക്ച്വലി ഞെട്ടി, സത്യം പറഞ്ഞാൽ ഞെട്ടി. ലൈക്ക് ക്വാളിഫൈ ആവുമെന്ന് അറിയാമെന്ന്, ഐ ഡിഡ് ഇറ്റ് പ്രിറ്റി ഗുഡ്. പക്ഷേ ഇത്രയും നല്ലൊരു റാങ്ക് അത്ര അങ്ങ് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ അന്ന് റിസൾട്ട് വന്നപ്പോൾ ഞെട്ടിയായിരുന്നു എല്ലാവരും. ബട്ട് എവ്രി വൺ വാസ് റിയലി ഹാപ്പി ആൻഡ് ഇത്രയും ഒരു അച്ചീവ്മെൻറ്റ് കിട്ടി എന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഐ എം റിയലി ഹാപ്പി ഐ വാസ് ഏബിൾ ടു ഡു ഇറ്റ്. Okay. What about you, ആദിത്യ? ആദിത്യ റിയലൈസ് ചെയ്തോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എനിക്ക് ഹാഫ് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു, ഹാഫ് ഹോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ഹാഫ് മേ ബി ചിലപ്പോൾ കിട്ടും കിട്ടില്ല അങ്ങനെയായിരുന്നു. എന്നിട്ടാണ് പെട്ടെന്ന് രാത്രി എൻ്റെ ഗ്രൂപ്പിലൊരു മെസ്സേജ് വരുന്ന റിസൾട്ട് വന്നു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ കൈയൊക്കെ ഇറക്കിയെന്ന് എനിക്ക് കാണാൻ പറ്റുന്നു. എന്നിട്ടാണ് ഞാൻ ആ റിസൾട്ട് എടുത്ത് നോക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോഴേക്കും ഓൾ ഇന്ത്യ സെക്കൻഡ് റാങ്ക്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് ഞാൻ അത്രയൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കിട്ടുമെന്ന് ഹോപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ സെക്കൻഡ് റാങ്ക് ആൻഡ് ആദിത്യന്റെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? I actually did expect it, but like I didn't expect the rank. I did expect it that I would qualify, but ഞാൻ തലേ ദിവസം റിസൾട്ട് വരുമെന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പോയി കിടന്നു. എന്നിട്ട് രാത്രി എന്തോ അമ്മ ഉറങ്ങി കിടന്നപ്പോൾ എന്തോ പെട്ടെന്ന് എഴുന്നേറ്റ്. അപ്പം ചുമ്മാ ബോറടിച്ചപ്പോൾ ഫോൺ എടുത്ത് അപ്പോൾ ചുമ്മാ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 7. ഇങ്ങനെ എന്നെ ഒന്ന് കുത്തി എണീപ്പിച്ച് ഞാൻ വീണ്ടും കിടന്നു. പിന്നെ രാവിലെയാണ് എനിക്ക് റിയാക്ഷൻ ഉണ്ട്. ദാറ്റ്സ് നൈസ്. പിന്നെ ചില ആൾക്കാർ കോർഡിനേറ്റേഴ്സിനൊക്കെ വിളിച്ചിട്ട് എന്താ റിസൾട്ട് വന്നു സെക്കൻഡ് റാങ്ക് ആന്ന് പറഞ്ഞ് കട്ട് ചെയ്തെന്ന് പറഞ്ഞു. കൺഗ്രാറ്റ്സ് പറയാൻ പോലും ഗ്യാപ്പ് കൊടുത്തില്ല എന്നൊരു ന്യൂസ് ഒക്കെ കിട്ടി. നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നോ UCEDന്റെ? അല്ല, ഞാൻ കഴിഞ്ഞ വർഷം അറ്റംപ്റ്റ് ചെയ്തായിരുന്നു. അത് പക്ഷേ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയായിരുന്നു പോയത്. ആക്ച്വലി സ്കൂളിലെ ഫ്രണ്ട്സ് പറഞ്ഞാണ് ഞാൻ ആക്ച്വലി എക്സാമിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ. അപ്പോൾ ഡ്രോയിങ് ആണ്, ഡിസൈനിങ് ഓറിയൻറ്റഡ് ആണെന്ന് കൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ബട്ട് ദെൻ ഐ റിയലി ലൈക്ക് ദി എക്സാം. ഇറ്റ് വാസ് ആക്ച്വലി ഫൺ ടു റൈറ്റ് എൻ എക്സാം ആൻഡ് ഐ വാസ് റിയലി ഇൻട്രസ്റ്റഡ്. എന്നിട്ട് ഒരു ഗ്യാപ്പ് ഇയർ എടുത്താണേലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് എഴുതണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഐ സെർച്ച് ഫോർ കോച്ചിങ് ക്ലാസ്സസ്. ഐ ഫൗണ്ട് തിങ്ക്, ജോയിൻ ചെയ്തു, റോട്ട് and I got to say. Yes, nice. So, ആദിത്യയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാനും കഴിഞ്ഞ പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല. കാര്യം സ്കൂളും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിന് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ അപ്രോച്ച് കുറച്ച് തെറ്റായിരുന്നു എന്ന് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായി കഴിഞ്ഞ വർഷത്തെ. എന്നിട്ട് അതുകൊണ്ടാണ് പിന്നെ റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ തിങ്കിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ വർഷം പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി ഇങ്ങനെ റിസൾട്ടും ഉണ്ട്. സോ ആദിത്യ ഇത് ഫസ്റ്റ് ടൈം ആണോ UCED അറ്റംപ്റ്റ് ചെയ്യുന്നത്? അല്ല, ലൈക്ക് ലാസ്റ്റ് ഇയർ എഴുതിയിരുന്നു. അപ്പം എനിക്ക് ലാസ്റ്റ് ഇയർ മാർക്ക് കുറച്ച് കുറവായിരുന്നു. കുറവെന്നല്ല, ലൈക്ക് ഒരു മിനിമം ആവറേജ് ആയിരുന്നു.
പക്ഷേ ഡ്രോയിങ്ങിന് നല്ല മാർക്ക് ഉണ്ടായതുകൊണ്ട് പാരൻസ് ലൈക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിയത്. സോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങിയപ്പം എല്ലാവർക്കും ഒരു ഡ്രീം കോളേജ് മനസ്സിലുണ്ടായി കാണും, ഈ ഒരു കോളേജിൽ ലാൻഡ് ചെയ്യണം. ഇപ്പം റാങ്ക്സ് 1, 2 and 3 കിട്ടിയപ്പം ഡു യു ഗൈസ് റിയലൈസ് ദാറ്റ് യു ഗെറ്റ് ടു പിക്ക് ദ കോളേജ്? യെസ്. അപ്പോൾ 1, 2, 3 ആയതുകൊണ്ട് തന്നെ വി ക്യാൻ പിക്ക് ദ വൺ വി വോണ്ട്. ആൻഡ് ഒബ്വിയസ്ലി IIT ബോംബെ ഈസ് പ്രിഫേർഡ്. അപ്പോൾ ഇതെന്നെ കിട്ടിയത് സന്തോഷം. Okay, so what were you concentrating more on while preparing? I was more concentrated on IIT. Compared to NID, IIT ആയിരുന്നു കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് ഡിസൈൻ പഠിക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ IIT തന്നെയായിരുന്നു മെയിൻ ഫോക്കസ്. ആദിത്യക്കോ? ഇപ്പോൾ ഞാനും പവൻ പറഞ്ഞ പോലെ തന്നെ ഞാനും IIT-ലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം എനിക്കും കുറച്ചും കൂടെ ഈ ഒരു സയൻസ്, ഈ ഒരു എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിൽ ഡിസൈൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റ് പഠിക്കാനായിരുന്നു താല്പര്യം. മോർ ദാൻ ഭയങ്കര ക്രിയേറ്റീവ് ആവുന്നതിന് പകരം എനിക്ക് സയൻസിനോട് കുറച്ച് താല്പര്യമുണ്ട്, അപ്പോൾ ആർട്സിനോടും താല്പര്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ പ്രോപ്പറായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു കോഴ്സാണ് IIT-യിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ IIT തന്നെ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടി പഠിച്ചത്. ഓക്കെ, ആദിത്യക്കോ? ഞാൻ ആക്ച്വലി ആദ്യം NID ഫോക്കസ് ചെയ്തു. പിന്നെ ഇൻ ബിറ്റ്വീൻ ലൈക്ക് പ്രിപ്പറേഷൻ ഇടയ്ക്ക് വെച്ച് ഞാൻ UC-യിലോട്ട് ഫോക്കസ് ആയി. പിന്നെ വീണ്ടും ഞാൻ NID-യിലോട്ട് ഫോക്കസ് ആയി. വീണ്ടും IIT-യിലോട്ട് ഫോക്കസ് ആയി. അവസാനം NID-യുടെ എക്സാമിൻ്റെ ടൈം ആയപ്പോൾ എനിക്ക് IIT-യിലോട്ടായിരുന്നു ഫോക്കസ് വന്നത്. പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്ന് IIT-യുടെ എക്സാം കഴിഞ്ഞപ്പോൾ വീണ്ടും NID-യിലോട്ട് ഇങ്ങനെ ചാടി ചാടി ഇറങ്ങി. സോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാംസ് എഴുതിയപ്പം അത് ബോത്ത് UC-ഡ്, NID, ഈവൻ NIFT ഈ എക്സാംസ് പ്രിപ്പയർ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു ഡിഫറൻസ്? ഡിഡ് യു ഫീൽ ദ ഡിഫറൻസ് കമ്പയർ ടു യുവർ പ്രീവിയസ് അറ്റംപ്റ്റ്? നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. നമ്മൾ ഈ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഒരു എക്സാമിന് കയറി ചെന്നിട്ട് എല്ലാം നല്ലതായിട്ട് പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഇപ്രാവശ്യം പഠിച്ചെഴുതിയപ്പോഴേക്കും നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ക്ലാസ്സസ് ആയാലും എല്ലാത്തിൽ നിന്നും ഒരുപാട് ഇൻപുട്ട് കിട്ടി. നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് സിലബസ് ഒന്നും ഇല്ലാത്തൊരു എക്സാം ആയതുകൊണ്ട് ഒരു ഡയറക്ഷൻ ഇല്ല ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക്. ഇപ്പോൾ ഈ ക്ലാസ്സിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഡയറക്ഷൻ കിട്ടി. എന്നിട്ട് പ്രോപ്പറായിട്ട് കവർ ചെയ്യേണ്ടതൊക്കെ കവർ ചെയ്ത് വീക്ക്നെസ്സസ് എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെ എക്സാം അടുത്തെത്തിയപ്പോഴത്തേക്കും ഓക്കെ ആയിരുന്നു, കോൺഫിഡൻ്റ് ആയിരുന്നു, ചെയ്യാൻ പറ്റും എന്ന് ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഈ നമ്മൾ സെൽഫ് ഇവാലുവേഷൻ നടത്തുമല്ലോ, അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഓക്കെ ദിസ് ഈസ് വർക്കിംഗ് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും. കാര്യം പ്രിപ്പറേഷൻ മാറ്റേഴ്സ് സത്യം പറഞ്ഞാൽ. അവൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ലൈക്ക് ഇവൻ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻ ആക്ച്വലി മെയ്ഡ് ഇറ്റ് ബെറ്റർ. ഒരു കോൺഫിഡൻസ് വന്നായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ലൈക്ക് ഡ്രോയിങ് ക്വസ്റ്റ്യൻസിൽ തന്നെ എൻ്റെ ഹ്യൂമൻ പ്രൊപ്പോർഷൻ ഓൾ വെർ വെരി മെസ്ഡ് അപ്പ്. അപ്പോൾ ഇവിടുത്തെ ക്ലാസ്സസ് കഴിഞ്ഞപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയി. ഡ്രോയിങ് ആക്ച്വലി ഇമ്പ്രൂവ്ഡ് എ ലോട്ട്. അപ്പോൾ അതൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസും ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കുറേ നമ്മൾ ആദ്യമായിട്ടൊരു പ്രാക്ടീസ് ഇല്ലാതെ ചെയ്യുമ്പോൾ കുറേ സമയമെടുത്ത് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ ചെറിയ ചെറിയ നാക്കുകളും ഉണ്ടായിരിക്കും. അത് ഇവിടുന്ന് എനിക്ക് കുറേ കിട്ടിയായിരുന്നു. അപ്പോൾ ടൈം ഹാൻഡിൽ ചെയ്യാൻ കുറേ കൂടെ പറ്റി. And I obviously did better, so much better than Did last you time. enjoy writing the exam this time? Yes, I did. It was so much fun. It Okay. was so much fun. That's good to know. ആദിത്യൻ എങ്ങനെയാണ് ഡിസൈൻ ആസ് എ കരിയർ എടുക്കാം എന്നുള്ളൊരു ഒരു കാര്യം എങ്ങനെ ഡിസൈഡ് ചെയ്ത്? ആരാണ് കൂടുതൽ മോട്ടിവേഷൻ തന്നത് അങ്ങനെ ചൂസ് ചെയ്യാൻ? എന്തായിരുന്നു സ്റ്റോറി? 11th ഞാൻ ലൈക്ക് കൊമേഴ്സ് എടുത്തു, വിത്ത് ഓൺടർപ്രണർഷിപ്പ്. മാത്സ് എടുത്തില്ല. സോ അന്ന് ഞാൻ അത് എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് ഓൺടർപ്രണർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ടാണ്. പക്ഷെ അന്ന് ഞാൻ മനസ്സിലായി അത് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ആവാൻ പറ്റത്തില്ല, ഇച്ചിരി ടൈം എടുത്തിട്ട് എനിക്ക് ആവാൻ പറ്റും. സോ അതിനേക്കാളും നല്ലത് വേറെ എന്തെങ്കിലും പഠിക്കണമായിരിക്കും എന്ന് മനസ്സിലായി. പക്ഷെ അത് എന്താണെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് എൻ്റെ അമ്മ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുത്ത്. അപ്പം അമ്മയുടെ ഓഫീസിൽ ഒരു ആൻറ്റിയുടെ മോൾ ഇങ്ങനെ നിഫ്റ്റി പഠിക്കുന്നുണ്ട്. ആ ചേച്ചി ഇങ്ങനെ നോക്കാറുണ്ട്, ഞാൻ പടം വരയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചി എൻ്റെ അമ്മയുടെ അടുത്ത് സജസ്റ്റ് ചെയ്തു, ഇങ്ങനെ NID നിന്നുണ്ട് ഡിസൈനേഴ്സ് കരിയർ ഇങ്ങനെ ഉണ്ട്, ഒന്ന് വേണമെങ്കിൽ നോക്കാൻ പറഞ്ഞു മോൻ്റെ അടുത്ത്, അതിന് എൻ്റെ അടുത്ത്. അപ്പം അമ്മ എൻ്റെ അടുത്ത് ഒന്ന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഓക്കെ എന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞു. ഒരു ഉടായ്പിൽ നിന്ന് അമ്മ എന്നെ പിടിച്ച് ഇവിടെ കൊണ്ട് ചേർത്ത്. ആദ്യം എനിക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് എല്ലാം ചെയ്യുമ്പോൾ എനിക്കൊരു എൻജോയ്മെന്റ്, എനിക്ക് മനസ്സിലായി ഇത് നൈസായിരിക്കും.
ഓക്കെ. അങ്ങനെയാണ് അപ്പൊ ഡിസൈനിലോട്ട് ഇൻട്രൊഡ്യൂസ് ആയത് അല്ലേ? ആ. ഓക്കെ. സോ ഈ മേ ബി ഓൺട്രപ്രണർ സ്കിൽസിന്റെ പഠിച്ച കാര്യങ്ങള് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ആസ് എ ഡിസൈനർ വെൻ യു ഗ്രോ ഡെഫിനറ്റ്ലി ആ പഠിച്ച കാര്യങ്ങള് യൂസ് ചെയ്യാൻ പറ്റും. അതെ. സോ ആദിത്യയുടെ ജേർണി എങ്ങനെയായിരുന്നു? എന്റേതൊരു വലിയ കഥയാ. ഞാൻ +1 +2 ബയോമാക്സ് ആണ് എടുത്തത്. ഞാൻ ആദ്യം നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ 2 വർഷം ആക്ച്വലി 11th 12th പകുതിക്കുള്ളിൽ ഞാൻ നീറ്റ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. കാര്യം അപ്പം എനിക്ക് വലിയ ഡയറക്ഷൻ ഒന്നും ഇല്ല. പിന്നെ എല്ലാവരും ഇതിന് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് അങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എനിക്കത് അത്ര എഫേർട്ട് ഇടാനൊന്നും എന്നെക്കൊണ്ട് എനിക്കൊരു മോട്ടിവേഷൻ ഇല്ല അത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ നീറ്റ് ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. പക്ഷേ അറ്റ് ദി സെയിം ടൈം എനിക്ക് ഈ ആർട്ടിനോടും എനിക്ക് റൈറ്റിങ്ങിനോടും അങ്ങനെ കുറേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ആ സമയം എൻ്റെ ചേട്ടൻ ജേർണലിസം ആൻഡ് അഡ്വർടൈസ്മെന്റ് പഠിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഈ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയെ പറ്റി ഭയങ്കരമായിട്ടുള്ള ഇൻപുട്ടും ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാം എന്ന് ഡിസൈഡ് ചെയ്തത്. മാത്രമല്ല പാരൻസ് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഡിസൈൻ ഇൻഡസ്ട്രിയിലേക്ക് ഡിസൈൻ ഫീൽഡിലേക്ക് ഇറങ്ങാം എന്ന് തീരുമാനിച്ചിട്ട് ബാക്കിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ചാടുന്നത്. ഓക്കെ. അങ്ങനെയാണ് തിങ്കില്. അങ്ങനെയാണ് ഞാൻ തിങ്കിൽ ജോയിൻ ചെയ്യുന്നത്. പാരൻസ് ആണ് തിങ്ക് പറഞ്ഞു തന്നത്. മാത്രമല്ല എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു തിങ്കിൽ. അപ്പം അങ്ങനെ തിങ്കിൽ ജോയിൻ ചെയ്തു. തിങ്കിൽ പഠിച്ചു തുടങ്ങിയപ്പോഴേക്കും ഓക്കെ ഇത് നല്ലതാണ്, എന്നെക്കൊണ്ട് പറ്റും, അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നു. പിന്നെ അങ്ങ് ഫുൾ ഓൺ പ്രിപ്പറേഷൻ. ഓക്കെ. അപ്പൊ അവന്റെ ജേർണി എങ്ങനെയായിരുന്നു? ഞാൻ ഞാൻ പണ്ട് മുതലേ വരയ്ക്കുമായിരുന്നു. ഐ റിയലി ലൈക്ക് സ്കെച്ചിങ്, ഡ്രോയിങ്. അങ്ങനെ ഐ യൂസ് ടു മേക്ക് സ്റ്റഫ് ലൈക്ക് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡും ഒക്കെ കാർഡ്ബോർഡും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐ ലൈക്ക് ഡൂയിങ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. പിന്നെ 11th 12th ഐ വാസ് മോർ ഫോക്കസ്ഡ് ഓൺ കമ്പ്യൂട്ടർ സയൻസ് അപ്പോഴത്തേക്കും. പക്ഷെ എന്നിട്ട് ഐ വാണ്ടഡ് ടു ഡു സംതിങ് വിത്ത് ഡ്രോയിങ്, സംതിങ് ഐ ലൈക്ക്. അങ്ങനെ നോക്കി നോക്കി ഫ്യൂ ഓഫ് മൈ ഫ്രണ്ട്സ് സെഡ് ഇങ്ങനെ പരീക്ഷയുണ്ട്, NID ഡിസൈനിങ് ഉണ്ട്, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഡിസൈനിങ്ങിലേക്ക് വന്നത്. ആൻഡ് ദെൻ ഐ റോട്ട് എക്സാം ലാസ്റ്റ് ഇയർ. അപ്പോൾ ഐ ലൈക്ക് ദി എക്സാം. അപ്പോൾ പിന്നെ റീട്രൈ ചെയ്തു, റിപ്പീറ്റ് ചെയ്തു, ഇങ്ങനെ വന്നു. നൈസ്. സോ ഇതുപോലെ UC'ഡ് ആണ് എക്സാം എഴുതേണ്ടത്, NID ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആക്ച്വലി ഇവിടെ വന്നിട്ടായിരുന്നു എനിക്കൊരു ക്ലിയർ ഐഡിയ കിട്ടിയത്. ലൈക്ക് UC'ഡ്, NID, NIFT ഇത് മൂന്നുമാണ് എക്സാം എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസവും വിച്ച് ഐ വോണ്ട് എന്ന ഒരു ക്ലിയർ ഐഡിയ എനിക്ക് കിട്ടിയത്. എനിക്ക് കുറച്ചുകൂടെ ടെക്നിക്കൽ സൈഡായിരുന്നു താല്പര്യം. അപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് UC'ഡ് ഇസ് വാട്ട് ഐ വോണ്ട്. അപ്പം അതിന് ഫോക്കസ് ചെയ്തു, പഠിച്ചു. ആദിത്യക്ക് എങ്ങനെയായിരുന്നു? ഞാൻ ഇതിനെപ്പറ്റി കുറച്ചൊന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പേരൻസ് കുറച്ച് സീരിയസ് ആയിരുന്നു അതിനെ പറ്റിയിട്ട്. അപ്പം അങ്ങനെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് ആണ് എക്സാംസിനെ പറ്റിയൊക്കെ അറിയുന്നത്. എന്നിട്ട് പിന്നെ ഒബ്വിയസ്ലി തിങ്കിൽ വന്നപ്പോഴാണ് അതിൻ്റെ ആക്ച്വലി ഒരു ഫേസ് എന്താണെന്ന് മനസ്സിലായത്. ഇപ്പോൾ നെറ്റിൽ വായിക്കുന്ന ചുമ്മാ ബോറടിച്ച് വായിച്ചു പോകുന്നല്ലേ ഉള്ളൂ. ഇപ്പം ഇവിടെ വന്നപ്പോഴേക്കും ആ ഒരു ക്രൗഡിൻ്റെ കൂടെയൊക്കെ ജോയിൻ ചെയ്തപ്പോഴേക്കും മനസ്സിലായി ഇതാണ് അപ്രോച്ച്, ഇങ്ങനത്തെ അപ്രോച്ചാണ് എക്സാമിന് വേണ്ടത്, ഇതായിരിക്കും എക്സാമിൻ്റെ ടൈപ്പ്. ഇപ്പോൾ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ആക്ച്വൽ വ്യൂ കിട്ടുന്നത്. ഈ ഒരു ക്രൗഡ് വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒരു ഇതിലേക്ക് ഇറങ്ങിയൊരു ഫീല് വരുന്നത് ആക്ച്വലി. മറ്റേതൊരു തേർഡ് പേഴ്സൺ ആയിട്ട് ഇരുന്ന് വായിക്കുന്ന പോലെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നിട്ടാണ് കുറേയൊക്കെ അറിയുന്നത്, പഠിക്കുന്നത്, അവരുടെ ട്രാക്കൊക്കെ കിട്ടുന്നത്. അങ്ങനെയാണ് എക്സാംസിന് അപ്രോച്ച് ചെയ്ത്. ഓക്കെ. ആദിത്യന്റെ ബിഗിനിങ് എനിക്ക് ആകെ നിഫ്റ്റും ന്യൂസിനും മാത്രമേ അറിയായിരുന്നു, NID കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പം ഫസ്റ്റ് ഡേ എനിക്കൊരു രജിസ്ട്രേഷൻ ലിങ്ക് തന്നെ, രജിസ്ട്രേഷൻ പോലെ ഒരു പേപ്പർ തന്നെ, അതിലിങ്ങനെ ഓരോ എക്സാംസിൻ്റെ പേരുണ്ട്, നമ്മളേത് ഫോക്കസ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് UC'ഡ് അറിയാം, നിഫ്റ്റ് അറിയാം, ബാക്കി ഏതാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ എല്ലാം ടിക്ക് ചെയ്തിട്ട് ഞാൻ കോമേഴ്സ് ആണ്, എന്നിട്ട് JEE ടിക്ക് ചെയ്തു, എന്നിട്ട് കൊടുത്ത്. പിന്നീട് ഞാൻ ഇവിടെ വന്നിങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. ഇങ്ങനെ ഓരോ എക്സാംസ് ഉണ്ട്, അതിൽ എനിക്ക് JEE എഴുതാൻ പറ്റത്തില്ല സാഡ്ലി. സോ NID ഉണ്ട്, UC'ഡ് ഉണ്ട്, നിഫ്റ്റ് ഉണ്ട്. സോ ആ 3 എക്സാം എനിക്ക് അപ്ലൈ ചെയ്യാം. സോ അങ്ങനെയാണ് എനിക്കൊരു ഐഡിയ കിട്ടുന്നത്. ഓക്കെ. സോ ഇതുപോലെ പല എക്സാംസ് അല്ലേ, NID ഉണ്ട്, നിഫ്റ്റ് ഉണ്ട്, UC'ഡ് ഉണ്ട്. അപ്പോൾ ഓരോ എക്സാമിന് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആവുന്നത്? ഓരോ എക്സാമിൻ്റെ
ക്വസ്റ്റ്യൻ പാറ്റേൺ ഡിഫറെൻ്റ് ആണ്, ചോദിക്കുന്ന ഏരിയാസ് ഡിഫറെൻ്റ് ആണ്. ഡിസൈൻ തന്നെ ആണെങ്കിലും വീട് സ്കോഴ്സ് ആണെങ്കിലും വേരിയേഷനിലാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്. സോ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്? ലൈക്ക് NID ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കുന്നത്. ഇപ്പം UCD എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു രാഷണൽ തിങ്കിങ് ആയിട്ടായിരിക്കും നോക്കുന്നത്, ഒബ്സർവേഷൻ. ഇപ്പൊ സീൻ ഡ്രോയിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ഹ്യൂമൻ പ്രൊപ്പോർഷൻ നോക്കുന്നതും അതൊരു ഒബ്സർവേഷൻ്റെ ഒരു ഇതാണ്. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ എന്തൊക്കെ സാധനങ്ങൾ അവിടെ കാണും. ചിലർ മിക്കവാറും ഈ ആനിമൽസിനെ മിസ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ കേബിൾസിനെ മിസ് ഔട്ട് ചെയ്യാം, ട്രെയിനിൻ്റെ ഡീറ്റെയിൽസിനെ മിസ് ഔട്ട് ചെയ്യാം, ഡസ്റ്റ്ബിനെ മിസ് ഔട്ട് ചെയ്യാം. അങ്ങനെ കുറേ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ മിസ്സായി പോവും. അപ്പം അത് ഒബ്സർവ് ചെയ്യാറുണ്ടോ എന്ന് നോക്കുന്നതാണ് UCDൻ്റെ ഒരു മെയിൻ പോയിന്റ്. NID വരുമ്പം ദേ റിയലി നീഡ് മെനി ടൈപ്പ് ഓഫ് പീപ്പിൾ. ചിലർ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടായിരിക്കും ചിന്തിക്കുക, ചിലർ അതിൻ്റെ രാഷണൽ ആയിട്ട് കോമൺ സെൻസ്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ചിന്തിക്കുക. അതിൽ ഏറ്റവും ബെസ്റ്റാണ് അവർ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ NIDക്ക് നമുക്ക് അങ്ങനെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ആദ്യത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? UCD വരുമ്പോഴത്തേക്കും UCD എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രൈമറിലി പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഒരു സാധനമാണ് UCD ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് പാർട്ട് എ ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അപ്പൊ പാർട്ട് എ കംപ്ലീറ്റ്ലി പ്രോബ്ലം സോൾവിങ്, പ്യൂർ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പൊ ആ ഒരു സ്കില്ല് നമുക്ക് ഉണ്ടെങ്കിൽ UCD ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മാത്രമല്ല ഇപ്പോൾ ഡിസൈൻ ഡ്രോയിങ് ആണെങ്കിലും അതിനകത്ത് ഇപ്പൊ സീൻ ഡ്രോയിങ് ഉണ്ട്, പിന്നെ മാത്രമല്ല മറ്റേത് പ്രോഡക്റ്റ് ഡിസൈൻ ആണ്, അതും ആക്ച്വലി പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. അപ്പൊ മെയിനായിട്ട് അവർ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിവുണ്ടോ, നിങ്ങൾ ഇതിനെയൊക്കെ പറ്റി അവെയർ ആണോ എന്നുള്ള കാര്യമാണ് അവർ ചെക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള ഡിസൈൻസും കാര്യങ്ങളും ചുറ്റും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഒബ്സർവ് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എങ്കിൽ, അതിനെപ്പറ്റി നമുക്കൊരു എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ UCD ഇസ് നോട്ട് ഫോർ യു എന്ന് വേണമെങ്കിൽ ഞാൻ പറയത്തുള്ളൂ. അവരുടെ ഇപ്പം പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മുടെ വിഷ്വൽ സ്കിൽസ്, പസിൽസ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവർ ചോദിക്കുന്നത്. ഭയങ്കര മാത്ത് ഫോർമുലാസ്, നിങ്ങൾക്ക് എന്തൊക്കെ മെമ്മറൈസ് ചെയ്യാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും അല്ല അവർ ചെക്ക് ചെയ്യുന്നത്. അതിനേക്കാളും നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരുമ്പോഴത്തേക്കും അത് പ്രോസസ്സ് ചെയ്ത് അത് മനസ്സിലാക്കി എങ്ങനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത്, എങ്ങനെ ആ ഒരു പ്രോബ്ലത്തിന് നിങ്ങൾ അപ്രോച്ച് ചെയ്ത് സോൾവ് ചെയ്യുന്നു, അതാണ് UCD ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്കില്ല് വേണം UCD എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ NID നേരെ മറിച്ച് കുറച്ച് വേഗമാണ്. അവർ ഓരോ പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ചോദിക്കുന്നത്. എന്നാലും ഇപ്പോൾ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇസ് ഒബ്വിയസ്ലി അവർ ചെക്ക് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. പിന്നെ ഡ്രോയിങ് സ്കിൽസ് അതെല്ലാം NIDക്കകത്ത് വരും. അപ്പോൾ NIDക്ക് കുറച്ച് ഡിഫറെൻ്റ് അപ്രോച്ചാണ് UCD വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, കാര്യം മെജോറിറ്റി ഡ്രോയിങ് ആയതുകൊണ്ട്. പിന്നെ നിഫ്റ്റ് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അവരുടെ ഡ്രോയിങ് ആണെങ്കിൽ നല്ലപോലെ അവർ ടൈം തരുന്നുണ്ട്. പിന്നെ അവർ കുറച്ചും കൂടെ കളേഴ്സ്, എസ്തെറ്റിക്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് നോക്കുന്നത്. അതൊക്കെ നമുക്ക് ഉണ്ടോന്നായിരിക്കും അവർ ചെക്ക് ചെയ്യുന്നത്. പിന്നെ പാർട്ട് ഈസ് ഓക്കെ, അവർ ജനറൽ ഒരു മാത്സ് ലോജിക് സ്കില്ലുണ്ടോ, ഇംഗ്ലീഷ് സ്കില്ലുണ്ടോ, അതൊക്കെ ആയിരിക്കും അവർ നോക്കുന്നത്. അപ്പൊ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നിഫ്റ്റ് ക്രാക്ക് ചെയ്യുന്നത് 3 എക്സാംസിനും കുറച്ച് ഡിഫറെൻ്റ് ആണ് അവരുടെ അപ്രോച്ച്. ബട്ട് എല്ലാം കൂടെ ഒരു ഓവറോൾ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനം വേണം ഏത് എക്സാം ആണെങ്കിലും. അവൻ എങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നത്? എനിക്ക് മനസ്സിലായത് നിങ്ങൾ പറഞ്ഞ പോലെ UCD ഇസ് മച്ച് മോർ അബൌട്ട് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ അവിടെ നമുക്ക് തരുന്നൊരു ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഓൾസോ ഐ തിങ്ക് ലൈൻ ക്വാളിറ്റി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ ഡ്രോയിങ് ക്വസ്റ്റ്യൻസ്. അത് UCDന് കുറച്ച് അത്യാവശ്യം നോക്കുന്ന സംഭവമാണ്. പിന്നെ NIDയിൽ ഇറ്റ്സ് മച്ച് മോർ സോ മച്ച് ഇൻ ടു ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പോൾ ലൈക്ക് ഇറ്റ്സ് സിമിലർ ടു പ്രോബ്ലം സോൾവിങ്, പക്ഷെ ഒരു വെറൈറ്റി കൊണ്ടുവരാനായിരിക്കും അവർ നോക്കുന്നത്. ആ ഒരു മാറി നിന്ന് ആലോചിക്കുന്നവരെ ആയിരിക്കും അവർക്ക് വേണ്ടത്. പിന്നെ നിഫ്റ്റ് നോക്കുവാണെങ്കിൽ അഗൈൻ ലൈക്ക് ഹി സെഡ് ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ എക്സാം. കുറേ സമയമുണ്ട് വരയ്ക്കാൻ. അപ്പോൾ കളേഴ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ദി ഓവറോൾ എസ്തെറ്റിക്സ് ആൻഡ് ദ ക്ലെൻലിനെസ് ഓഫ് ദി ഡ്രോയിങ്സ് നല്ല ക്ലീൻ ആയിരിക്കണം. അതായിരിക്കണം അവർ നോക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. എസ്പെഷ്യലി ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിലും വ്യത്യസ്തമായി നിൽക്കും അല്ലേ? 3 ഇപ്പൊ നിഫ്റ്റ് ആൻഡ് NID മേ ബി വി ക്യാൻ സോർട്ട് ഓഫ് ക്ലബ് ഇറ്റ് ടുഗെദർ. പക്ഷെ UCD കുറച്ചുകൂടെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ? സോ എക്സാമിനെ പറ്റി പറയുമ്പം ഈ UCDന്റെ എക്സാം ഇറ്റ്സെൽഫ് എങ്ങനെയാണ് നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് പ്രിപ്പയർ ചെയ്തത്? എക്സാംസ് മച്ച് മോർ ഐ സേ മാത്സ് റിലേറ്റഡ് ടെക്നിക്കലാണ്. കുറെ കൂടി ലൈക്ക്
പാർട്ട് എ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ലെവൽ കുറച്ച് കൂടുതലാണ് യൂസിഡ് NID കമ്പയർ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ കുറെ കൂടി പ്രാക്ടീസ് ഹെൽപ്സ്. അതിന് വി ഹാഡ് എ ബുക്ക് 360. അത് യൂസിഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് വളരെ ഹെൽപ്പ് ചെയ്തു, ആക്ച്വലി ഹെൽപ്പ് ദ ലോട്ട്. ആൻഡ് അത്രയായിരുന്നു യൂസിഡിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ. NID ഈസ് മച്ച് മോർ സിംപ്ലർ. കുറെ കൂടി GK ഉണ്ടായിരുന്നു, യൂസിഡിലും ഉണ്ടായിരുന്നു GK, പക്ഷെ ഐ തിങ്ക് NID ഇസ് മോർ ഫോക്കസിങ് ഓൺ GK എന്നതാണ്. ഇങ്ങനെ GK ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ കോച്ചിങ്ങിൽ തന്നിരുന്ന നോട്ട്സ് തന്നെയാണോ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? GK ഒരു സഡൻ ബ്ലോ ആയിരുന്നു യൂസിഡിനകത്ത്. കാര്യം കഴിഞ്ഞ കുറെ ഇയേഴ്സ് ആയിട്ട് GK ചോദിക്കുന്നില്ല. പെട്ടെന്ന് നോക്കിയപ്പോ രവീന്ദ്രനാഥ് ടാഗോറും വല്ലഭായ് പട്ടേലും ഒക്കെ നിൽക്കുന്നു. അപ്പോ ഞാൻ GK അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ എന്നാലും അവര് GK ചോദിക്കുന്നതാണെങ്കിലും കുറച്ച് അവയർനെസ് ആണ് അവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. കുറച്ചൊരു കോമൺ ഇതുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പൊ അങ്ങനെ കുറച്ച് ഹിസ്റ്ററി റിലേറ്റഡ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും മിക്ക ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ജനറൽ അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം അതിനകത്ത് കുറെ പാമ്പൊക്കെ ചോദിച്ചിട്ട് ഏതിനാ വെനമുള്ളത് അല്ലാത്തത്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ചുറ്റും എന്തൊക്കെ ഉണ്ട്, പാമ്പും ചെടിയൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ പ്ലാവിന്റെ ഇലയൊക്കെ ചോദിച്ചിട്ട് ഏത് ചെടിയെന്നാണ്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ GK എങ്ങനെയായിരുന്നു. പിന്നെ നിഫ്റ്റിന് വേണ്ടിയിട്ട് GK പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു GKന് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്തു. പിന്നെ ബാക്കിയുള്ള പാർട്ടാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ക്യൂരിയസ് ആവുക എന്ന് എല്ലാവരും പറയാറുണ്ട്. ഞാനത് ഇത് കേൾക്കുമ്പോഴേക്കും ഈ ക്യൂരിയസ് ആവുന്നത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് വിചാരിച്ചിട്ട് പിന്നീടാണ് ഇപ്പൊ ഇതിനെയൊക്കെ പറ്റി കുറെ കൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഇതെങ്ങനെയാണ് നമ്മളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്തോറും ആ ഒരു എൻവയോൺമെന്റ് നമ്മൾ ചുറ്റും ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പൊ യൂസീഡ് ഒരിക്കലും ഈ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പരിപാടി യൂസീഡാർക്കില്ല. അപ്പൊ അത് കുറെ കൂടി ഇങ്ങനെ നമുക്ക് ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ട് എളുപ്പമാണ് എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പോൾ പസിൽസ് ആണെങ്കിലും വിഷ്വൽ പസിൽസ്, ജോമെട്രി, അതേപോലത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് മാത്സിനും ലോജിക്കിനും ഒക്കെ. അപ്പൊ അതൊക്കെ കുറെ ഇങ്ങനെ കണ്ട് വരുമ്പോഴേക്കും ഈ എക്സാമും കുറെ കൂടെ ഫൺ ആവാൻ തുടങ്ങും. നമ്മൾ കുറെ കൂടെ എക്സൈറ്റഡ് ആവും ഈ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാനായിട്ട്. അപ്പൊ യൂസീഡിന് കുറച്ച് ക്യൂരിയസ് ആവുക എന്നുള്ളതാണ് അതിന്റെ ഒരു തിങ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യുമായിരുന്നു. കുറെ വെറുതെ പസിൽസും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇരുന്ന് ചെയ്യുമായിരുന്നു. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് യൂസ് ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ പസിൽ ഗെയിംസോ അതേപോലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ അപ്രോച്ച് ചെയ്ത എക്സാമിന്. എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിനോട് ദാറ്റ് ബിക്കംസ് എ വേ ഓഫ് ലൈഫ് ഓൾസോ, ഐ തിങ്ക്. അത് ഇമ്പോർട്ടന്റ്. ഇപ്പൊ കുറെ പേര് ഈ എക്സാമിനെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് കാണുക, അല്ലെങ്കിൽ ഭയങ്കര എന്തോ അച്ചീവ് ചെയ്യാനുള്ള ഒരു ടാസ്ക് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അത് ഒരു പരിധി വരെ അത് വേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആവേണ്ട കാര്യമില്ല. കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമ്മൾ അത് അതിനെപ്പറ്റി കുറച്ചും കൂടെ എക്സൈറ്റഡ് ആവുക എന്ന് ഞാൻ പറയത്തില്ല. അതിന് ടൈം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, യു ഷുഡൻ ബി ഹിയർ. ഓക്കെ, അതിന് ടൈം കണ്ടെത്തുക എന്നുള്ളത് ലൈക്ക് നമുക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ അതിൽ ടൈം കണ്ടെത്തുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. മാത്രമല്ല ഈ ഭയങ്കരമായിട്ട് ബുക്സ് റെഫർ ചെയ്യുക, ബുക്സ് തീർക്കുക, പഠിക്കുക, ഫോർമുലാസ് ഒക്കെ ഇരുന്ന് പഠിക്കുക, അതിനൊന്നും ആവശ്യമില്ല. നമ്മള് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി സാധനങ്ങൾ ഇങ്ങനെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ആ ഒരു ട്രാക്കിൽ എത്തണം. വെറുതെ ഇരുന്നാൽ അവിടെ നിന്നും കിട്ടത്തില്ല. അതിനോട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്യുക. മാത്രമല്ല സ്കിൽ ബേസ്ഡ് എക്സാം ആണ്. നമ്മൾ പഠിച്ച് എഴുതാൻ പറ്റുന്ന മോർ ദാൻ ദാറ്റ് കുറച്ച് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ പ്രോബ്ലം സോൾവിങ് ഒരു സ്കില്ലാണ്, ഡ്രോയിങ് ഒരു സ്കില്ലാണ്. അപ്പൊ അതിന് പ്രാക്ടീസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമ്മളത് ഈ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിൽ ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ എനിക്ക് ചെയ്യാനറിയാം, എനിക്ക് വരയ്ക്കാനറിയാം എന്നൊക്കെ പറഞ്ഞിരുന്നാൽ മൈറ്റ് നോട്ട് വർക്ക്. ഇപ്പൊ നമ്മുടെ വീക്ക്നെസ്സസ് എവിടെയാണ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കവർ ചെയ്യുന്നത് ഇസ് ഇമ്പോർട്ടൻറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ആദിത്യൻ എങ്ങനെയാണ് എക്സാമിന്? ഇനിഷ്യലി ഞാൻ ഒരു പ്ലാൻ ഇട്ടിരുന്നു, ലൈക്ക് എനിക്ക് പാർട്ട് എ നോക്കണം, പാർട്ട് ബി നോക്കണം. പാർട്ട് ബി എനിക്ക് പെട്ടെന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റും ഡ്രോയിങ് ആയിട്ട്. പാർട്ട് എ ലിറ്റിൽ ചാലഞ്ചിങ് ബിക്കോസ് ഞാൻ 2 വർഷമായി മാത്സ് ഒക്കെ നോക്കിയിട്ട്. സോ അത് എനിക്ക് ഇച്ചിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കും. കാരണം എനിക്ക് ഫസ്റ്റ് തൊട്ട് ലൈക്ക് ബേസ് തൊട്ട് പഠിക്കാൻ പറ്റും. ബട്ട് ഐ ഡിഡ്ന്റ് ന്യൂ വെദർ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ്. സോ ഞാൻ വിചാരിച്ച് ഞാൻ ആദ്യം പേപ്പർ ഒന്ന് നോക്കാം, എന്താണ് ആവശ്യമുള്ളതെന്ന് നോക്കിയിട്ട് അത് മാത്രം പഠിച്ചാൽ മതി എന്ന് വെച്ചു. അങ്ങനെ അതിലോട്ട് ഞാൻ നോക്കി. ആൻഡ്
ഐ റിയലി എൻജോയ് ദാറ്റ്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റി. ലൈക്ക് എല്ലാം കവർ ചെയ്യുന്നതിനേക്കാളും നല്ല ആവശ്യമുള്ളത് മാത്രം കവർ ചെയ്യുമ്പോൾ ഐ റിയലി എൻജോയ് ചെയ്ത്. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഓക്കെ. എങ്ങനെയാണ് ഒരു തിങ്കിലെ ടിപ്പിക്കൽ ഡേ എങ്ങനെയായിരുന്നു കോച്ചിങ്ങിന്റെ? സോ ബേസിക്കലി ക്ലാസ് ഒരു പാർട്ടാണ്, ലഞ്ച് പീരീഡ് വേറെ പാർട്ടാണ്. ക്ലാസ്സിൽ ലൈക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പം അവിടെ നമ്മൾ എന്ന് വെച്ചാൽ സാറ് വർക്ക് ആയിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ ഐഡിയേഷൻ ചെയ്യും, എന്നിട്ട് അത് അങ്ങോട്ട് പരസ്പരം ഷെയർ ചെയ്തിട്ട് സാറിൻ്റെ അടുത്ത് ഒരു ഒപ്പീനിയൻ ചോദിച്ച് അങ്ങനെ ഒരു വർക്കിംഗ് ആയിരുന്നു. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, പ്രശ്നം മീൻസ് ലൈക്ക് എന്തെങ്കിലും റിഫൈൻ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒപ്പീനിയൻ കിട്ടിയിട്ട് അതിലോട്ട് വർക്ക് ചെയ്ത് പോവുക, അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു. പിന്നെ ലഞ്ച് പീരീഡ് ആകുമ്പം 2 ബാച്ചാണ്, ഞാൻ ഒരു ബാച്ച്, ഇവർ 2 വേറെ ബാച്ചാണ്. സോ ആ ടൈമിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യും. അപ്പോൾ നമ്മൾ എൻ്റെ ക്ലാസ് റൂമിൽ നടന്ന എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ അത് അവരുടെ അടുത്ത് ഷെയർ ചെയ്യും, അവർ അവരുടെ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ഷെയർ ചെയ്യും, എന്നിട്ട് വീണ്ടും ഒരു ഡിസ്കഷൻ ഉണ്ട്. ചിലപ്പം ഡിസ്കഷനിൽ നിന്ന് വേറെ കാര്യങ്ങളോട്ട് പോകാറുണ്ട്, അത് പറയാൻ കൊള്ളത്തില്ല. അപ്പം അങ്ങനെ ഒരു നല്ലൊരു എൻവയോൺമെന്റ് ആയിരുന്നു. ഓക്കെ. ആദ്യത്തേക്ക് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഡിഡ് യു ലൈക്ക് കമ്മിങ് ടു തിങ്ക്? എങ്ങനെയായിരുന്നു ഒരു ഡേ വന്നു കഴിഞ്ഞാല്? എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല ചുമ്മാ. ക്ലാസ്സിൽ വരുമ്പോ പിന്നെ ഫ്രണ്ട്സും ടീച്ചേഴ്സും മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാം കൂടെ രസമാണ് ആക്ച്വലി ക്ലാസ്സിൽ വരുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ ടീച്ചർ മാത്രം ഇരുന്ന് പറയുന്നു അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് കുറെ വീഡിയോസ് ഒക്കെ ഇട്ട് കണ്ട് അങ്ങനെ കുറെ സിനിമയൊക്കെ ഇരുന്ന് കാണുമായിരുന്നു ക്ലാസ്സിൽ. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തൊക്കെ ഒരു ഡേ പോയിരുന്നത് നല്ല ആക്റ്റീവായിട്ടാണ്, ഒരിക്കലും ബോറിംഗ് ആയിരുന്നില്ല. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാത്തിനും ഉള്ളൊരു ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ മാത്രമല്ല ഈ ഒരു ബ്രേക്ക് ടൈം ഒക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് വരുന്ന വർക്ക്ഷോപ്സ് ഒക്കെ ഇടയ്ക്ക് വരും. പിന്നെ മാത്രമല്ല ടീച്ചേഴ്സ് അവർക്ക് അവരുടെ ക്ലാസ്സിൽ കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തുമായിരുന്നു. അപ്പൊ ഓരോ ഡേയും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഇപ്പൊ ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ തന്നെ പല രീതിയിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്തിരുന്നത്, പല രീതിയിലാണ് നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ ക്ലാസ്സസ് ആർ നൈസ്. ഇപ്പൊ ഇത്രയും ഇപ്പൊ രാവിലെ തൊട്ട് ഈവനിങ് വരെ ഉണ്ടായിരുന്നു, എങ്കിൽ പോലും അത്രയും ടീഡിയസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഭയങ്കര ഫണ്ണായിട്ടാണ് ക്ലാസ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോർഡിനേറ്റേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോർഡിനേറ്റേഴ്സ് ഒക്കെ നല്ലതാണ്. Strict ആയിരുന്നോ? അതെ. ഇല്ല, ആവശ്യമുള്ള സ്ഥലത്ത് സ്ട്രിക്റ്റ് ആവും, അത് വേണം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ബാക്കി എല്ലാ രീതിയിലും നല്ല അടുപ്പുള്ള ഗ്രൂപ്പ് സപ്പോർട്ട് ആയിരുന്നു. നല്ല വെരി സപ്പോർട്ട്. ഫ്രണ്ട്ലി. അപ്പൊ സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് ഓണം ഫെസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഇന്റർ ബ്രാഞ്ച് ആർട്ട് ഓവർ ഒക്കെ ഉണ്ടായിരുന്നു, ഹാലോവിൻ ഉണ്ടായിരുന്നു. ഹാലോവിനിൽ ഒരു ലുട്ടാപ്പിയെ പറ്റിയൊക്കെ കേട്ടു. അതെന്താണ്? അതെന്താണ് അത് മറക്കാൻ സ്റ്റോറി? സാധിക്കില്ല. അത് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ചെയ്തതാണ്, പക്ഷെ കൊള്ളായിരുന്നു. ഞാൻ റെഡ് ഉടുപ്പൊക്കെ ഇട്ട് ഒരു തെർമോക്കോൾ കുന്തമൊക്കെ വെച്ചിട്ട് നൈസായിരുന്നു. ഹാലോവീനൊക്കെ ഭയങ്കര രസമായിരുന്നു. ഓണം സെലിബ്രേഷൻസ് നല്ല ഫണ്ണായിരുന്നു. ഇപ്പൊ നമുക്ക് അതിനൊരു മോഡൽ ഉണ്ടാക്കാനുണ്ടായിരുന്നു, ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഓവറോൾ നല്ല ഒരു ഇതായിരുന്നു. ഇപ്പൊ ഈ പഠിത്തത്തിൽ നിന്നൊക്കെ ഒരു ബ്രേക്കായി, എൻജോയ്മെന്റ് ആയി. ഒരു ചാലഞ്ച് വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് വെച്ച് ചെയ്യണം. നമ്മൾ ഇമോഷൻസിനെയൊക്കെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് എവിടെയൊക്കെ വീക്ക് എന്നുള്ളത് അറിയാൻ പറ്റും. ഇന്റർ ബ്രാഞ്ച് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെ കോമ്പറ്റീഷൻസ് ആണ് ഉണ്ടായിരുന്നത് ആട്ടുമായിട്ട്? അതിൽ ക്യാമറ ആംഗിൾ എന്താണ്, ലൈറ്റിംഗ് എങ്ങനെ ഇരിക്കുന്നത്, ഇവിടുന്ന് നമുക്ക് പ്രാക്ടീസ് കിട്ടിയോണ്ട് അവിടെ പോയി ടെൻഷൻ അടിക്കത്തില്ല. അത് അവസാനം മരുഭൂമിയിൽ നിന്ന് റോഡിലോട്ട് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ട്, അതേ അവസ്ഥ നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യും.